ദിക്ർ, അല്ലാഹുവിനെ കുറിച്ചുള്ള സ്മരണ. നാം പാപങ്ങൾ ചെയ്യുന്നവരാണ്, സദാസമയവും പാപവുമായി ബന്ധപ്പെട്ട് കഴിയുന്നവരാണ് മനുഷ്യൻ. അല്ലാഹുവും മനുഷ്യനും മാത്രമറിയുന്ന രഹസ്യമായ ചില പ്രവർത്തനങ്ങൾ, അത് കൂടുതലും പാപങ്ങളിലേക്കാണ് എത്തുന്നത്. ഈ രഹസ്യമായി ചെയ്യുന്ന പാപങ്ങളായ പ്രവർത്തനങ്ങൾ അത് നമുക്ക് നാളെ ആഖിറത്തിലേക്ക് വളരെയധികം ബുദ്ധിമുട്ടാകും. നമ്മുടെ ഹൃദയത്തിനെ മാറ്റം വരുത്തണം. ഹൃദയത്തിലുണ്ടാകുന്ന കുശുമ്പ്, കുന്നായ്മ, വെറുപ്പ്, വിദ്വേഷം, ഇതെല്ലാം സംസ്കരിച്ച് സമ്പന്നമായ ഒരു മനസ്സിൻ്റെ ഉടമയായി മാറാൻ നാം ഓരോരുത്തരും ശ്രമിക്കണം. ദിക്റുല്ലാഹി യുഗയ്യിറു ഖുലൂബൻ നാസ്. ദിക്ർ, സ്മരണ, അല്ലാഹുവിനെ കുറിച്ചുള്ള സ്മരണ, യുഗയ്യിറു ഖുലൂബൻ നാസ്, മനുഷ്യൻ്റെ ഹൃദയത്തിന് മാറ്റം, പരിവർത്തനങ്ങൾ നൽകുന്നതാണ്. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അല്ലാഹുവിനെ സ്മരിക്കുന്നതിലൂടെ നമുക്ക് അത് മാറ്റിയെടുക്കാം. ഈ മാറ്റത്തെ നമുക്ക്, ഹൃദയത്തെ നമുക്ക് മാറ്റിയെടുക്കാം. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അപ്പോൾ ആ ഹൃദയത്തിൻ്റെ മാറ്റം ദിക്റിലൂടെയാണ് എന്ന് നമുക്ക് കാണാൻ പറ്റും. അതിന് ശാന്തി ലഭിക്കണമോ, ഹൃദയത്തിന് ശാന്തി ലഭിക്കണമോ, അതിന് ഈ ഒരു രീതിയിൽ ദിക്ർ കൊണ്ടേ ആകുകയുള്ളൂ. ദിക്റുനാ മഹ തഫ്വീലി കുല്ലി ഷൈഇൻ ഇലല്ലാഹി ഹുവ നജാനാ ഫിൽ ഹയാത്ത്. അല്ലാഹുവിലേക്ക് സർവ്വതും ഭരമേൽപ്പിക്കലാണ്. ഏതു രീതിയിലുണ്ടോ ആ രീതിയിലുള്ള എല്ലാ കാര്യത്തിലേക്കും അല്ലാഹുവിനെ ഭരമേൽപ്പിച്ചു കഴിഞ്ഞാൽ അല്ലാഹുവിലേക്ക് ഭരമേൽപ്പിച്ചുകൊണ്ട് തഖ്വയിലേക്ക് അങ്ങ് മാറുക. ആ ഒരു രീതിയിൽ ദിക്ർ നമുക്ക് എന്ത് ചെയ്യാം, മാറ്റിയെടുക്കാൻ പറ്റും. നമ്മുടെ ദിക്ർ എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യത്തിനും അല്ലാഹുവിലേക്ക് ആക്കി കഴിഞ്ഞാൽ ഹുവ നജാനാ ഫിൽ ഹയാത്ത്, അത് നമുക്ക് വിജയമാണ്, ജീവിതത്തിലേക്ക് ഒരു വിജയമാണ്. عندما نواجه أي كرب أو مصيبة نقول حسبنا الله ونعم الوكيل نعم المولى ونعم النصير. ഏത് സമയവും ദുഃഖങ്ങളും വിഷമങ്ങളുമെല്ലാം നേരിടുന്ന ആ ഒരു സമയത്ത് നഖൂലു ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ നിഅമൽ മൗലാ വനിഅമൻ നസീർ. അല്ലാഹു മതി, അല്ലാഹു എനിക്ക് വേണ്ടവനാണ് എന്ന രീതിയിൽ അല്ലാഹുവിലേക്ക് ഫലമേൽപ്പിക്കുക. نجد أنه قد رواه أحمد والترمذي وابن ماجه عن عمر بن الخطاب رضي الله عنه قال قال رسول الله صلى الله عليه وسلم لو أنكم تتوكلون على الله حق توكله لرزقكم كما يرزق الطير تغدو خماسا وتروح بطانا. നിങ്ങൾ അല്ലാഹുവിൽ യഥാർത്ഥത്തിൽ ഭരമേൽപ്പിക്കുകയാണെങ്കിൽ പക്ഷികൾക്ക് ഭക്ഷണം നൽകുന്നത് പോലെ അല്ലാഹു നിങ്ങൾക്ക് ഭക്ഷണം നൽകുമായിരുന്നു. അവരതാ രാവിലെ പക്ഷികൾ വിശന്ന വയറുമായി പോകുകയും വൈകുന്നേരമാകുമ്പോൾ അവരുടെ വയറുകൾ നിറച്ച രീതി അവൾ തിരിച്ചു വരികയും ചെയ്യുകയാണ്. അവർ പുറപ്പെടുകയാണ്. ശൂന്യമായ വയറുമായിട്ട് അവര് പുറപ്പെടുകയാണ്.
അവർ തിരിച്ചു വരുമ്പോൾ ആ പക്ഷികൾ അങ്ങ് വീട്ടിലേക്ക് വരുമ്പോഴുണ്ടല്ലോ, അതാ അവർ വയറ് നിറഞ്ഞ ആഹാരവുമായിട്ടാണ് വരുന്നത്. ഇത് സംവിധാനം ചെയ്തത് ആരെന്നറിയുമോ? അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. പക്ഷികളിലേക്ക് നമ്മൾ നോക്കണം, അപ്പോൾ നമുക്കതിൻ്റെ ദൃഷ്ടാന്തങ്ങൾ മനസ്സിലാവും. ആകാശത്തിലൂടെ ഇങ്ങനെ പറക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ അല്ലാഹുവിലേക്ക് എടുക്കണം. ഭരമേൽപ്പിക്കൽ എല്ലാം സമർപ്പിച്ചുകൊണ്ട് റബ്ബിലേക്ക് എടുക്കാൻ നമ്മൾ ദിക്റുകൾ പതിവാക്കിക്കൊണ്ട് നമ്മൾ സർവ്വതും അല്ലാഹുവിലേക്ക് അടുപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് നാളെ പരത്തിരകളൊക്കെ വിജയിക്കാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല തുറന്നത്തിൽ ഉൾപ്പെടാൻ അല്ലാഹു നമുക്ക് നല്ല തൗഫീഖ് നൽകിയാൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.